പിന്നെ ഈ വോയിസ് ഇട്ട ആളാര് ഞാനാണ് ഗഫൂർ ചാൻ്റെക്കുള്ള ജിന്നുമ്മ എന്ന് പറയുന്ന ആൾ. ഈ വോയിസ് ഇട്ട ആൾ ആരാന്ന് അല്ല ആർക്കാന്ന് നമ്മൾ കാണണ്ടേ. നമ്മൾ നാട് വിട്ടിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ എൻ്റെ പുരയിൽ തന്നെ ഉണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിന് പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. പോലീസുകാർ അന്വേഷിക്കുമല്ലോ. അതുകൊണ്ട് ആർക്കാന്ന് എന്താണെന്ന് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ പുരക്കേക്കോ എനിക്ക് ആര് പുരക്കേക്ക് വരുന്ന ഒരു പ്രശ്നമില്ല. നിങ്ങൾ വന്നോ, ഏതെല്ലാം പുരക്ക് പോയിനി നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആളെ തപ്പിയിട്ട്. ഞാൻ എല്ലാ പുരയും ഞാൻ 8 വർഷത്തോളമായിട്ട് ഞാൻ പൂച്ചക്കാട് നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ആരാന്ന് പിന്നെ ആർക്കാന്ന് അറിയേണ്ടത്, ഞാൻ എവിടെല്ലാം പോയിനി എന്തെന്നുള്ളത്. പിന്നെ മുട്ടും തലേന്ന് ഒരു 4 ലക്ഷം ഉറുപ്പ വാങ്ങിയത്, പിന്നെ അത് അല്ല 7 ലക്ഷം ഉറുപ്പൻ്റെ അടുത്തോളം ഞാൻ തട്ടിപ്പാക്കിയിട്ട് എനിക്ക് കേസായത് എല്ലാം മുട്ടും തലയിൽ ആരടുത്ത് പോയിനി എന്ത് പോയിനി എത്ര ലക്ഷം വാങ്ങിനി, അതല്ല ഓരോരോ പുരയിൽ നിന്ന് ഞാൻ എത്ര ലക്ഷം വാങ്ങിനി എല്ലാം ഉള്ളത് പിന്നെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആളെ തപ്പിയിട്ട് ബുദ്ധിമുട്ടണ്ട, ഞാൻ എന്നെ കാണിച്ചു തരാം. ഞാൻ എൻ്റെ പുരയിലുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എൻ്റെ പുരക്കേക്ക് വരാം. അല്ലാതെ ഇങ്ങനെ ഞാൻ അറിയാണ്ട് എന്നോട് അന്വേഷിക്കാണ്ട് എന്നെ ഇതാക്കിയിട്ട് പറയണ്ട. കാരണം നിങ്ങൾക്ക് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഞാൻ വരും. എനിക്ക് ഒരു പേടിയില്ല, ഞാൻ വരും. ഞാൻ പറയും ഗഫൂർ ചായിട്ട് ഞങ്ങൾ നല്ല ബന്ധം ഉണ്ടായിനി, ഇല്ലാതെ ഞാൻ പറയുന്നില്ല, നല്ല ബന്ധം ഉണ്ടായിനി. എൻ്റെക്കും വേണ്ട തെളിവും കാര്യമെല്ലാം എൻ്റെക്കും ഉണ്ട്. ഞങ്ങൾക്കത് ഏത് പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കാൻ എനിക്ക് പേടിയില്ല. ഞാൻ ഇത്ര ദിവസം അതായത് എന്നെ നോമ്പ് തുറക്കാൻ വരെ എന്നെ സമ്മതിച്ചിട്ടാ. നോമ്പ് തുറക്കാൻ വരെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു പെരുന്നാൾക്ക് വരെ ഒരു ഡ്രസ്സ് എൻ്റെ മക്കൾക്ക് ഒരു ഡ്രസ്സ് വരെ വാങ്ങാൻ തമ്പിച്ചിട്ട്. അതുമല്ല എൻ്റെ മക്കൾ നല്ല രീതിയിൽ പഠിക്കുന്നുള്ളതാണ്. എൻ്റെ മക്കൾക്ക് ഇനി സ്കൂളിൽ പോകണം, മദ്രസയിൽ പോകണം. ഞങ്ങൾക്ക് പറഞ്ഞെങ്കിൽ 10-18 വയസ്സായ മോളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ആർക്കാന്ന് എന്നെ കാണേണ്ടത്, ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരും. നിങ്ങൾ കഷ്ടപ്പെടേണ്ട. ഞാൻ ഏത് പുരക്ക് പോയിട്ടുണ്ടാവും നാട്ടുകാർ പറയും. ഓരോരോ പുരക്ക് പോയ ഓരോരോ ആളടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. എന്നിട്ട് നിങ്ങൾക്ക് അവരോട് ചോദിക്കുക, ഞാൻ ഒരിടത്തും പോയിട്ട് ഞാൻ ജിന്നുമ്മ ഞാൻ അങ്ങനെ എനിക്ക് ഇത്ര കഴിവുണ്ട് ഇങ്ങനെ കഴിവുണ്ട് എന്ന് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. അത് എനിക്ക് തെളിയിക്കാനുള്ള കഴിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇത്ര ദിവസം ഞാൻ മുണ്ടാണ്ട് നിന്നത് എന്താ, പോലീസായിട്ട് മുമ്പിലോട്ട് പോകുന്നുണ്ട്. അത് പോലീസുകാരനെ അന്വേഷിച്ചിട്ട് കണ്ടെത്തുന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുന്നുണ്ടതാണ്. പക്ഷേ ഇനിയും എന്നെ ചൊറിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഉണ്ട് കുടുംബം. ഞങ്ങൾക്ക് അന്നതിച്ച് നല്ല മാപ്പിളയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഞങ്ങൾക്ക് കുടുംബമുണ്ട്. അതുകൊണ്ട് എൻ്റെ നേർക്ക് വാ, അല്ലെങ്കിൽ ഞാൻ വരണേ അങ്ങോട്ടേക്ക് പൂച്ചക്കാടേക്ക് ഞാൻ വരാം. ഗഫൂർ ചായിട്ട് ഞാൻ നല്ല ബന്ധം ഉണ്ടായിനി, ഞങ്ങൾ ഫാമിലി ആയിട്ട് നല്ല ബന്ധം ഉണ്ടായിനി, എല്ലാം ഉണ്ടായിനി. ഒരു മടിയുമില്ല പറയാൻ. ഗഫൂർ ചാ ഞങ്ങൾക്ക് ഇന്ന് വരെ ചാറ്റിംഗ് ആക്കിയ ചാറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾ പോയതുണ്ടാവും വന്നതുണ്ടാവും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് എന്നെ പറ്റിയിട്ട് പറയുന്ന ഒരാളെ മുമ്പിലും വരാൻ എനിക്ക് ഒരു പേടിയില്ല. മനസ്സിലായോ? ഞാൻ ഇത്ര സമയം ഞാൻ ബായി എന്താക്കി നിന്നത് ഒരു പെരുന്നാൾക്ക് എല്ലാവരും മക്കളൊക്കെ ആഘോഷിക്കുന്നതിന് പകരമോ ഞാൻ എൻ്റെ മക്കൾക്ക് വരെ ഒരു ഡ്രസ്സ് എടുക്കാണ്ട് ഉള്ളിൽ ഞങ്ങൾ നിന്നിട്ടുണ്ടായതാണ്. ഇനി ഞാനിത് പ്രതികരിക്കേണ്ടതെന്നെങ്കിൽ ഞാൻ ഒരു പെണ്ണല്ലാതെ ഇപ്പോൾ അറിഞ്ഞാ. അതുകൊണ്ട് ആർക്കിതാരെ വോയിസ് ഇട്ടത്, വോയിസ് ഇട്ട ആളുവാ. ഞാൻ ഏതെല്ലാം പരക്ക് പോയി 80% പരക്ക് ഞാൻ പൂച്ചക്കാട് പോയിട്ടുണ്ട്. പൂച്ചക്കാട് മാത്രമല്ല എല്ലാ പരക്കും ഏകദേശം ബേക്കരം തൊട്ട് കാഞ്ഞങ്ങാട് വരെ കണ്ണൂർ വരെ ഞാൻ പോയിട്ടുണ്ട്. എല്ലാ പുരയും ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ആടുന്ന് ഏകദേശം ഒരു ഞാൻ പോയ പുര ഉണ്ടാവില്ല, ആടുന്ന് എന്നെ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിൽ, ആടുന്ന് ഞാനിങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കെതിരെ നടപടിയെടുക്കാനും, അതല്ല ഗഫൂർ ചാൻ്റെ കാര്യത്തിൽ ഈ പൊന്നെന്നുള്ളത് തെളിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ തങ്ങ പൂച്ചക്കാട്ടെ ഗഫൂർ ചായിട്ട് അടുപ്പുണ്ടായിരുന്നല്ലോ. ആ തങ്ങൾക്ക് കണക്ക് വെച്ചെങ്കിൽ അറിയുന്നില്ല ആരെ കയ്യിൽ പൊന്നുണ്ടത് എന്തായി എന്നുള്ളത്. തങ്ങളടുത്ത് എൻ്റെ അടുത്ത് വന്നാൽ തങ്ങളടുത്തും പോകുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ തങ്ങളോടൊന്ന് കണക്ക് വെപ്പിക്കാമല്ലോ നിങ്ങൾക്ക്. പിന്നെ അപ്പോൾ തങ്ങവും പറഞ്ഞു തരുമല്ലോ എന്ത് സംഭവം എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ എനിക്കും ഇതറിയണം. കാരണം എനിക്ക് പേടിയില്ല. ഞാൻ ഒരു ഇതിലും ഞാൻ തളരാൻ പോകുന്നുമില്ല. എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ നിങ്ങളോട് ഒരിക്കലും ഞാൻ നല്ലോള് ഞാൻ അങ്ങനെയാന്ന് ആലിമാന്ന് ആബിദാന്ന് പറഞ്ഞിട്ട് ഞാൻ നടന്നിട്ടാ നിങ്ങളെ മുന്നിൽ ആരെ മുന്നിലും. അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. പിന്നെ